നമ്മളെ ലിവിംഗ് റൂം ഒന്ന് റെനോവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് അടിപൊളിയാക്കുക, അലങ്കരിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? പെയിന്റ് ചെയ്യണം അല്ലെ. അപ്പൊ അത് പെയിന്റ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് ചിലപ്പോൾ സോഫ അല്ലെങ്കിൽ മിറർ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ വാങ്ങി എല്ലാം അലങ്കരിച്ച് വെക്കും അല്ലെ. സോ അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ഞാൻ പറയാണ്, എന്റെ ലിവിംഗ് റൂം ഞാൻ ഗ്രേ പെയിന്റ് ചെയ്തു, ഗ്രേ കളർ കൊണ്ട് ഞാൻ പെയിന്റ് അടിച്ചു എന്ന് പറയാം. ഓക്കെ, സോ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഐ പെയിന്റഡ് ദ വാൾസ് ഗ്രേ. ഗ്രേ പെയിന്റ് കൊണ്ട്, ഗ്രേ കളർ കൊണ്ട് ഞാൻ എന്റെ വോൾ എല്ലാം പെയിന്റ് ചെയ്തു. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു കൗച്ച് വാങ്ങണം അല്ലെ. അതായത് ഒരു റൂമിലേക്ക് ആൾക്കാർ വരുന്ന, ലിവിംഗ് റൂമിലേക്ക് ആൾക്കാർക്ക് വരുമ്പം ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു പുതിയ കൗച്ച് വാങ്ങി. ഓക്കെ, സോ അതെങ്ങനെ നമ്മൾ പറയാ? ദെൻ ഐ ബോട്ട് എ മാച്ചിങ് കൗച്ച്. അതായത് ഗ്രേ പെയിന്റ് ആണല്ലോ നമ്മൾ അടിച്ചിട്ടുള്ളത്. സോ ആ ഗ്രേ വോളിന് മാച്ച് ആയിട്ടുള്ള ഒരു കൗച്ച് നമ്മൾ വാങ്ങി. ഓക്കെ, സോ അതെങ്ങനെ പറയും? ഐ ബോട്ട് എ മാച്ചിങ് കൗച്ച് എന്ന് പറയാം. ഓക്കെ, ഇനി ആ കൗച്ചിലേക്ക് കുറച്ച് പില്ലോസ് വേണം. ഓക്കെ, മാച്ചിങ് ആയിട്ടുള്ള പില്ലോസ് വേണം. സോ നമ്മൾ പറയാണ്, ആ കൗച്ചിലേക്ക് നമ്മൾ കുറച്ച് പില്ലോസ് കൂടി ആഡ് ചെയ്തു, അല്ലെങ്കിൽ അലങ്കരിച്ച് അവിടെ ഇങ്ങനെ വെച്ചു എന്ന് പറയാം. സോ അതെങ്ങനെ പറയും? ഐ ആഡഡ് എ ഫ്യൂ പില്ലോസ് ഓൺ ദി കൗച്ച്. കുറച്ച് പില്ലോസ് കൂടി നമ്മൾ ഈ കൗച്ചിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മളിപ്പോൾ വോളിൽ പെയിന്റ് ചെയ്തു, കൗച്ച് വാങ്ങി. ഇനിയിപ്പോൾ വോൾ പ്ലെയിൻ ആയി നിൽക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. പക്ഷേ അതിന് പകരം കുറച്ച് ഫ്രെയിം ഒക്കെ ഉണ്ടെങ്കിൽ, ഫോട്ടോ ഫ്രെയിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടിപൊളിയാവില്ലേ. അപ്പൊ നമ്മൾ പറയാണ്, ഞാൻ കുറച്ച് ഫ്രെയിംസും കൂടി വോളിൽ ഹാങ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, ദെൻ ഐ ഹങ് എ ഫ്യൂ ഫ്രെയിംസ് ഓൺ ദി വോൾ. ഓക്കെ, വോളിൽ ഞാൻ കുറച്ച് ഫ്രെയിംസും കൂടി ഹാങ് ചെയ്തു. ഓക്കെ, ഹാങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രെയിമും ഹാങ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലൈറ്റ്സും കുറച്ച് ലൈക്ക് ഒന്നുകൂടി ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ കുറച്ച് ലൈറ്റ് കൂടി ആഡ് ചെയ്തു എന്ന് പറയാം. ലൈറ്റ് ഫിക്സ് ചെയ്തു എന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ അതെങ്ങനെ പറയും? ഫൈനലി ഐ ഫിക്സ്ഡ് ദി ലൈറ്റ്സ്. ഓക്കെ, കുറച്ച് ലൈറ്റ്സും കൂടിയും ഞാൻ ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പൊ ലിവിംഗ് റൂം എല്ലാം സെറ്റ് ആയി. ഓക്കെ, അപ്പൊ അതെങ്ങനെ പറയാം? ലിവിംഗ് റൂം എല്ലാം ഈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഫൈനലി ലിവിംഗ് റൂം എല്ലാം അടിപൊളിയായി എന്ന് പറയാം. ഓക്കെ, സോ അതെങ്ങനെ പറയും? ദ ലിവിംഗ് റൂം ഈസ് റെഡി നൗ. ഓക്കെ, ലിവിംഗ് റൂം ഇപ്പം എല്ലാം സെറ്റ് ആയി, ഇപ്പൊ അടിപൊളിയായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ചെറിയ ഒരു അലങ്കാരമായിരുന്നു എങ്ങനെ ലിവിംഗ് റൂം സെറ്റ് ആവും എന്നായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ.